நான் தொடும் கனவே நிஜம்தானா உனக்குள் கரஞ்சே போனே நீ வரும் இரவின் நிழல் நானா உனக்குள் நிறைஞ்சே போனே இருதயம் கூடையில அது ரகசியம் பேசையில உதட்டீரமும் இடம் மாறுமே உன் காதில் மெல்ல காதல் பேசும் வா செந்தாழி நீ உன்னை தேடி நான் இங்க ஓடி வந்தேன் வா செந்தாழி நீ உனக்காக என் உலகம் தாண்டி வந்தேன் வா செந்தாழி நீ உன்னை தேடி நான் இங்க ஓடி வந்தேன் வா செந்தாழி நீ உனக்காக என் உலகம் தாண்டி வந்தேன் நான் தொடும் கனவே நிஜம்தானா உனக்குள் கரஞ்சே போனே ನೆತ್ತಿ ಪೊಟ್ಟಿನೋರಮಾ ನಿತ್ತ ನಾನು வாழ்ந்திட ഈശോയെ ഈ ഭവനത്തിൽ ഇപ്പോൾ വിവാഹത്തിനൊരുങ്ങിയിരിക്കുന്ന അമ്മയുടെ മകളെ സമർപ്പിക്കുന്നു. പരമാതകളായ പോളിനെയും റോസിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അത്ഭുതം ഈശോ സൃഷ്ടിച്ചതുപോലെ കർത്താവ് ഇന്ന ദിവസത്തെ എല്ലാ കുറവുകളിലേക്ക് ഈശോയെ അവിടുന്ന് കടന്നു വരണമേ. കർത്താവെ അമ്മ പറഞ്ഞതുപോലെ മകൻ ചെയ്തതുപോലെ ഈശോയെ ഈ ഭവനത്തിലേക്കും അവിടുന്ന് കടന്നു വരണമേ. ഇവരെല്ലാ കുറവുകളിലേക്കും പോരായ്മകളിലേക്ക് ഈശോയെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവായ ഈശോയെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ ഇപ്പോഴിൻ്റെ മക്കളെയും മരുമകനെയും പേരക്കുഞ്ഞിനെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ വിവാഹം കഴിയാൻ പോകുന്ന കുഞ്ഞിനെയും മകനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കൾ പോകുന്ന എല്ലാ വഴിയോരങ്ങളെയും കർത്താവെ ഞങ്ങളുടെ പള്ളിയെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാൻ ഈശോയെ ജെറുസലേം മഞ്ഞകൂടാരത്തെ പൂർണ്ണമായ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങൾ ജെറുസലേം മഞ്ഞകൂടാരത്തെ ഞങ്ങളുടെ പട്ടത്തച്ഛനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോച്ചനെയും അതുപോലെ കാനാഡച്ചനെയും സി ജോച്ചനെയും ലൂഷ്യസിനെ എല്ലാ വൈദ്യുതിയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ ആഴ്ചയിലും 2 ദിവസം വെച്ച് കർത്താവെ നിങ്ങൾ വരുന്ന ഈ മകൻ കർത്താവെ അമ്മ അവിടേക്ക് മാടി വിളിച്ചുകൊണ്ടല്ലേ ഈശോയെ മകൻ അവിടേക്ക് വരുന്നത്. കർത്താവെ അവരിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം എടുത്തു മാറ്റുന്നതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം കൂടാതെ എല്ലാ ശുശ്രൂഷയിലും മകളും ഈ മകനെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഈ മകനെയും ഭവനത്തെയും അവിടെ ഏറ്റെടുക്കണമേ. കർത്താവെ പരിശുദ്ധ അമ്മ മാതാവെ അങ്ങനത്തെ ദുർമാരോടുകൂടി ഈ വനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ പോകുന്ന വഴിത്തായിട്ട് ഞങ്ങൾക്ക് അത് പരിപാലിക്കാനും ഈ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഇതിന് വരുന്ന എല്ലാ മക്കളെയും കർത്താവിനോട് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളിലെ എല്ലാ കുറിവുകൾ അവിടുന്ന് റോഡാക്കി ഞങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുഹൃത്തുനായ ഞങ്ങൾ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ചാവറ ഗ്രൂപ്പിനെ പൂർണ്ണമായി കടലിൽ സമർപ്പിക്കുന്നു. ഇതിൽ വരുന്ന എല്ലാ മക്കളെയും വരാതിരിക്കുന്ന മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ കുറവുകളിലേക്കും വരണമേ. സ്വപ്നം നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മ മാതാവേ മരിയെ കെട്ടാൻ പോകുന്ന മകനെയും അവരുടെ ഭവനത്തെയും സമർപ്പിക്കുന്നു. അവർ വഴുന്ന വഴുത്താരകളെയും ഭവനത്തെയും കർത്താവ് ഭവനത്തെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
സമാധാനത്തിന് ഹൃദയമേ, വിശുദ്ധ മറിയത്തെ മറിയമേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ നെഞ്ചിക്കുഴിയോസയില തല സാച്ചിട തോണു ഉടൽ കടന്നുമേ ഉയിർ പറക്കുമേ പുതു പ്രപഞ്ചമേ நமக்காகவே போனோ நேரம் நிறுத்தி ஆயுள் ரேக திருத்தி காதல் செய்வ கடத்தி ஒருத்தினருக்கும் இறப்பு வரைக்கும் வா செந்தாடி நீ உன்னை தேடி நான் இங்க ஓடி வந்தேன் வா செந்தாடி நீ உனக்காக என் உலகம் தாண்டி வந்தேன் வா செந்தாடி நீ உன்னை தேடி நான் இங்க ஓடி வந்தேன் வா செந்தாடி நீ உனக்காக என் உலகம் தாண்டி வந்தேன் நான் தொடும் கனவே நிஜம்தானா உனக்குள் கரஞ்சே आने से रह जाने से मुस्कुराए आंखें रहना तो बस यही सपने खिल गए जो मिल गए हम दोनों के साए एक दूसरे के हमें You are the reason I just smile You know when I don't feel fine You know I'll always try to make you smile all the time. My world was different all this while, and now. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, നിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മാംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അരുണിനെയും മരിയെയും തെരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹം വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന അരുണിനെയും മരിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരവും സുഹൃത്ത് സമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ.
സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരു മീൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സങ്കീർത്തനം. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നത സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്റെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചയും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. You light up my life. You know I'll always try to see this smile reach your eyes. तेरे आने से मुस्कुराए आंखें, रहना तो बस यही. दिल जो मिल गए झिलमिल हुए आसमां पे तारे, खुशियाँ वहाँ मिली. ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഞാൻ വരുന്നത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് സേവനം ചെയ്യുന്ന നിങ്ങളെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. അവിടെയുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ ഭീഷണിപ്പെടുത്തി അമ്മ പരിപാടിയിൽ പങ്കെടുത്തോണം എന്ന് പറഞ്ഞു. അവരെല്ലാം ഓർമ്മിക്കപ്പെട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ചടങ്ങിൽ വരാനും പങ്കെടുക്കാനും സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും ഭംഗിയോടുകൂടി ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടുകൂടി ഈ ക്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങളോട് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാടുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ ഇവിടെ സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായ ഹൃദയക്കെതിർ ജീവിക്കാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമെന്ന് മാതൃകാപരമായ കുടുംബജീവിതത്തിനായി തങ്ങളെ തെരഞ്ഞെടുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. അപങ്കിലമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ട് നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാമം തുറക്കുന്ന ശാസ്ത്രങ്ങളെ എല്ലാ കരങ്ങളും പ്രഘോഷിക്കുന്നു. സമ്പദ്സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗ്ഗത്തിൽ ദൃഷ്ടി വയ്ക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന പ്രകാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരൻ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അതിൽ അനീതി സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് നിങ്ങൾ പരസ്പരം വിവാഹിതരാകുവാൻ സമ്മതമാണ് എന്ന് പ്രഖ്യാപിക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മരിയ, അരുൺ, ഇവരുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, ദിവസം ധ്യാനത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ, നിങ്ങളുടെ ഈ ചുവടുവയ്പ്പിൽ പ്രാർത്ഥനാപൂർവ്വം അനുഗമിക്കുവാനായിട്ടാണ് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രാർത്ഥനയുടെ വലിയ ശക്തിയുമായിട്ട് ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ നിന്നും കുറേ പേര് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ജീവിതം ദൈവകൃപ നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ വിവാഹ സമ്മതം അത് വലിയൊരു ആഘോഷമായിട്ട് നിങ്ങൾ കൊണ്ടാടുന്നു. പണ്ട് കാലത്ത് ഇത്രയും വലിയ ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. ഇപ്പോൾ ആഘോഷങ്ങൾ കൂടിക്കൂടി
പിന്നെ വിവാഹം ഉറപ്പിക്കലിന് ആഘോഷമായി. പിന്നെ അതിനിടയ്ക്ക് പിന്നെയും കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ എല്ലാം വരുന്നു. ഇനി ഒരാഘോഷത്തിന് മാത്രമേ കുറവുള്ളൂ, അതായത് വിവാഹ പരസ്യം കൊടുക്കുന്ന വേളയിലുള്ള ഒരാഘോഷം. അപ്പോൾ ഒത്തിരിയേറെ ആഘോഷങ്ങളും ഒക്കെ അത് തീർച്ചയായിട്ടും ഈ വിവാഹത്തിൻ്റെ പ്രാധാന്യം എടുത്ത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോഴൊക്കെ മനസ്സമ്മതത്തിൽ പങ്കെടുക്കുവാനായിട്ട് വരുമ്പോൾ ചില രൂപതകളിൽ, ഇപ്പോൾ പല രൂപതകളിലും എനിക്ക് തോന്നുന്നു, അപ്പോൾ അവരാവശ്യപ്പെടാറുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ട് വിശുദ്ധ കുർബാന കൂടി ഇതിൻ്റെ ഒപ്പം വയ്ക്കുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ആഘോഷത്തിന് കുറച്ചുകൂടി പൊലിമ കൂടും എന്നാണ് അവർ കരുതുന്നത്. അപ്പം അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഈ വിവാഹ വാഗ്ദാനത്തേക്ക് പ്രധാനപ്പെട്ടതാണ് വിവാഹം എന്ന കൂദാശ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ്. അപ്പോൾ ഈ വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇനിയും ചിന്തിക്കുവാൻ തീരുമാനമെടുക്കാനൊക്കെ സമയമുണ്ട്. എന്ന് വെച്ചതുകൊണ്ട് ഇന്ന് ഈ സമ്മതം കഴിഞ്ഞ് പിന്നെ ഇതിൽ നിന്ന് മാറാമെന്നല്ല, പക്ഷെ എങ്കിൽ പോലും ആ വിവാഹത്തിൻ്റെ ആ പ്രാധാന്യം കുറച്ചുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പല രൂപതകളിലും നടപ്പാക്കിയിരിക്കുന്നത്. വിവാഹം തീർച്ചയായിട്ടും അതൊരു വലിയൊരു ആഘോഷമാണ്. മനുഷ്യ ജീവിതത്തിൽ ഇതിലും വലിയൊരു ആഘോഷമില്ല ഈ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ അരുണന് കൂടുതലൊക്കെ പരിചയം കാണാൻ ഇപ്പോൾ ഒരു റിസോർട്ടിൽ മറ്റോ ജോലി ചെയ്തു തോന്നുന്നു അല്ലേ? റിസോർട്ടിൽ കടമ്പുകുടി നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. മിക്കവാറും ഒത്തിരി പേരൊക്കെ ഇപ്പോൾ അവിടെ ആ റിസോർട്ടിൽ ആഘോഷങ്ങൾക്കായിട്ടൊക്കെ വരുന്നുണ്ടാകും. വലിയ വലിയ ആഘോഷങ്ങൾ തങ്ങളുടെ ജീവിതത്തിലൊക്കെ സമ്പാദിച്ചൊക്കെ കുറേയൊക്കെ അവർ ആഘോഷത്തിലൊക്കെ ചിലവാക്കുന്നു. ഇനി ആഘോഷമൊക്കെ കഴിഞ്ഞു പോകുന്നവരുടെ മുഖത്ത് അവർ നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇതെല്ലാം കഴിയുമ്പോൾ അവരുടെ മുഖത്ത് അവശേഷിക്കുന്ന എന്താണ്? ചെറിയൊരു ശൂന്യത. ആഘോഷമൊക്കെ ഇനി എന്ത് എന്നുള്ളൊരു ശൂന്യത. അപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ഏത് ആഘോഷങ്ങളിലെയും അവസാനം ഇത് തന്നെയാണ് നമ്മളൊക്കെ അവശേഷിക്കുന്ന ചെറിയൊരു ശൂന്യത. ഇനി ഈ ശൂന്യത അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നിറവ് നൽകുന്ന എന്താണ്? അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ദേവാലയത്തിൽ വരുമ്പോൾ പ്രഖ്യാപിക്കുന്നത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നത് ദൈവത്തിൽ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥം നൽകുന്നത് ദൈവം തന്നെയാണ്. ദൈവമില്ലാതെയുള്ള ആഘോഷങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഇപ്പം നിങ്ങളുടെ കിട്ടുമ്പോൾ എന്തുമാത്രം നിക്ഷേപം സംഘടിപ്പിക്കാമോ അത്രയും കൂടുതൽ ആ ബാങ്കിന് സന്തോഷമാണ്. എന്തുമാത്രം നമ്മൾ നിക്ഷേപം കൂട്ടിയാലും സമ്പത്ത് കൂട്ടിയാലും ദൈവം, ഈശോ സുവിശേഷങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം പറയുന്നു, ഇന്ന് നിൻ്റെ ആത്മാവിനെ ഞാൻ ഒരുക്കുകയാണെങ്കിൽ ഈ സമ്പാദിച്ചു വെച്ചതൊക്കെ ആരുടേതാണ്. അപ്പോൾ അതൊന്നുമല്ല ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. അപ്പോൾ ഞാനൊക്കെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടുന്ന ഈ സമ്പത്തൊന്നുമല്ല ജീവിതത്തിൽ ആ ഒരു അർത്ഥം നൽകുന്നത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ എന്താണ് അർത്ഥം നൽകുന്നത്? അരുണും ഒരു അക്കൗണ്ടൻ്റ് ആണ് അല്ലേ? അക്കൗണ്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരവ് ചെലവ് കണക്കുകളാണ് നിങ്ങൾക്കൊക്കെ കൂടുതൽ നിങ്ങളൊക്കെ അറിയാവുന്നത്. വരവ് ചെലവ് കണക്കുകൾ. അപ്പോൾ നിങ്ങളുടെ ആ അക്കൗണ്ട് ബുക്കിൽ അവസാനം എന്തുമാത്രം വരവ് കൂടിയിരിക്കുന്നുവോ അത്രയും സന്തോഷം നിങ്ങളെ മുഖത്തുണ്ടാകും. ചെലവ് കൂടി കഴിഞ്ഞാലോ മുഖമൊക്കെ മ്ലാനമാകും. പക്ഷെ ജീവിതത്തിൽ സ്ഥിതി നേരെ മറിച്ചാണ്. കടകവിരുദ്ധമാണ് ജീവിതത്തിൻ്റെ സ്ഥിതി. എന്തുമാത്രം ഇങ്ങോട്ട് കിട്ടും, എൻ്റെ നിക്ഷേപം കൂടിക്കൊണ്ടിരിക്കുമെന്നല്ല നിങ്ങൾ നോക്കുന്നത്. എന്തുമാത്രം കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുക. അപ്പോൾ എന്തുമാത്രം സ്നേഹം കൊടുക്കുന്നു അത്രയും കൂടുതൽ ആ ജീവിതത്തിൽ അർത്ഥങ്ങൾ കിട്ടും. ഇനി നിങ്ങൾ കിട്ടാവുന്ന എനിക്ക് സ്നേഹം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്നേഹം കൊടുക്കുന്നില്ലെന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ ആ ബാങ്കിലെ ആ അക്കൗണ്ടിങ് ജീവിതത്തിൽ മാറ്റിവെക്കുക. നേരെ കടകവിരുദ്ധമായിട്ട് കാര്യം ചെയ്യുക. എന്തുമാത്രം സ്നേഹം കൊടുക്കാൻ സാധിക്കുമോ അത്രയും കൊടുക്കുവാനായിട്ട് തയ്യാറാകുക. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഈ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ തയ്യാറാകാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. ഇനി ഇപ്പോഴൊക്കെ നിങ്ങൾ ബാങ്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അക്കൗണ്ടിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് കടങ്ങളൊക്കെ എഴുതി തള്ളുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ മുറിവുകൾ, ചിലപ്പോഴൊക്കെ ജീവിതത്തിലൊക്കെ ഇനി കടന്നു വരുന്ന കൊച്ചു കൊച്ചു മുറിവുകളൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് കടന്നു വരും. ഈ മുറിവുകളൊന്നും നിങ്ങൾ ഇങ്ങനെ അത് കൂട്ടി വെക്കരുത്. അതൊക്കെ എപ്പോഴും എഴുതി തള്ളിക്കളയണം. പിന്നെ അതൊക്കെ കൂട്ടി വെച്ചിട്ട് അവസാനം ജഡ്ജ് നോട്ടീസുമായിട്ട് നിങ്ങൾ പരസ്പരം ചെല്ലുക. ഇത്രയും മുറിവുകളിൽ കയറ്റിയിരിക്കുന്നു, ആ ജഡ്ജ് നോട്ടീസ് എന്ന് പറഞ്ഞ് പരസ്പരം പേടിപ്പിക്കാനൊക്കെ ചെന്നേക്കരുത്.
നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ആ കൊച്ചു കൊച്ചു വിഷമതകൾ, മുറിവുകൾ, അതൊക്കെ ഉടൻ തന്നെ നിങ്ങൾ എഴുതി തള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ നിക്ഷേപത്തിൻ്റെ ഭാഗത്ത് നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവം തന്നെയാണ്, ദൈവവിശ്വാസമാണ്. ആ ചെലവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹവും. അപ്പം നിങ്ങൾ ഈ പുതിയൊരു ചുവട് വയ്ക്കുമ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത് ഇരുവരും നിങ്ങളുടെ അച്ഛന്മാർ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇപ്പോൾ പേര് വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് തക്കതായിട്ടുള്ള ഉത്തരം നൽകുക. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ കൗതാശ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിൽ പ്രവേശനം നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുന്നു. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. അരുൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മരിയയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അരുണിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലനിൽക്കുമെന്നുള്ള ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവരെടുത്തുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അടുത്ത ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ ഒരുങ്ങി വിശുദ്ധിയിലും വിശ്വാസത്തിലും ഈ കൂദാശയിലേക്ക് പ്രവേശിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഇവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നു. വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇവരെ ഒരുക്കിയ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും വളരെ പ്രത്യേകമായി ഇന്നേ ദിവസം ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ കൃപയുണ്ടാകണമെന്ന് അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഇവരിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കാനായിലെ കല്യാണം കഴിഞ്ഞു വെച്ച് വധുവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച് മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും സന്തോഷത്തോടെ പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികം ശാരീരികമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ఆ సీతాదేవి నవ్వులా ఉన్నావే ఎంటి మాటలా, లక్ష్మణుడే లేని రాముడే నీకు ఈడు జోడు వీడే. అందాల బుట్ట బొమ్మలా అచ్చంగా కంటి పాపలా, వెన్నెల్లో ఆడపిల్లలా నిన్ను తలుచుకుంది ఈడే.
చెల్లియో చల్లకో ప్రేమనే అందుకో నూటికో కోటికో వరుడు నేనులే నిన్నటి జన్మలో పుణ్యమే అందుకో కాళ్ళనే అద్దుకో వధువుగానే మారిపోవే ఈ క్షణం స్వయంవరం ఇవాళ సంబరం ఈ క్షణం స్వయంవరం ఇవాళ సంవరం వీడుకోలు లేని తోడు అంది స్వాగతం ఈ క్షణం స్వయంవరం ఇవాళ సంబరం ఇవాళ నింగిలోని తారా తళుక్కు మంది ఎదురుగారా వయస్సు తీరికుండదారా హాయ్ 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 సొగస్సు పంచుతున్న ధారా ని పలుకులోని పంచదారా ఆ పైన ఊరుకోదులేరా హాయ్ హాయ్ ఈ హాయ్ ఉయ్యాల ఊగుతుంటే ఒళ్ళో ఏకాంతమంటూ వేరే లేదు లేరా కళ్ళారా నిన్ను చూసుకుంటే హాయ్ 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 క్షణం స్వయంవరం ఇవాళ సంబరం ఈ క్షణం స్వయంవరం ఇవాళ సంబరం వీడుకోలు లేని తోడు అంది స్వాగతం ఈ క్షణం స్వయంవరం ఇవాళ సంబరం ఆ సీతాదేవి నవ్వులా ఉన్నావేంటి మాటలా లక్ష్మణుడే లేని రాముడే నీకు ఈడు జోడు వీడే చెల్లియో చల్లకో ప్రేమనే అందుకో కాళ్ళనే అద్దుకో వధువుగానే మారిపోవే ఈ క్షణం స్వయంవరం ఇవాళ సంవరం ఈ క్షణం స్వయంవరం ఇవాళ సంవరం వీడుకోలు లేని తోడు అంది స్వాగతం ఈ క్షణం స్వయంవరం ఇవాళ సంవరం ഇടനെഞ്ച് കൊത്തുമൊരുതിയായി എന്നകമേ കൂടെ മറുവാക്ക് തേടിയൊരു പാട്ടായി ഞാനിവിടെ ഹേ പെണ്ണെ കള്ള കണ്ണാലെ നോക്കാതെ മുല്ലച്ചേലാലെ മിന്നാതെ ആളിത്തീരും പാവം ഞാനേ എന്താവോ നിന്നെ കാണുന്ന നേരത്തിൽ മേയിൽ നുള്ളുന്ന രോമാഞ്ചം ലോകം പാടെ മാറുന്നുണ്ടേ
is Shibi Paul. So Alan works as an accountant in Ihara Resorts and Maria works in Isaf Bank. So as we all know, the union of two hearts is not just about the couple, but it's also about the families. And so at this moment, I would like to invite the parents of Arun and Maria. So നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ഒരു മംഗളകരമായ ദിവസം ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഇവരുടെ രണ്ടുപേരെയും ഫാമിലീസിനെയാണ്. സോ അവർ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. So first let me invite the family of the group. First I invite Mr. Morgan Stady and Mrs. Rosalie Morgan, parents of our group. And then let me invite the siblings of our group, Mrs. Anna Morgan and her husband Jeffrey Jones onto the stage. Please give them a good round of applause. So then let me invite the parents of our bride, and then let me invite the siblings of our bride. So first I invite Mr. Paul Rudishiri and Mrs. Shibi Paul, parents of our bride, and then let me invite the siblings of our bride, Mrs. Teresa Paul and her husband Praveen Jones, with their cute little boy Anton Abraham Praveen onto the stage, please. Give them a good round of applause. സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് തിരുവെളിയിക്കുന്നതിനായി അവർ വധൂവരന്മാരെയും മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് ലൈറ്റ് ദി ക്യാൻഡിൽസ്. അതിനു മുൻപ് നമുക്ക് റെഫറൻ ഫാദറിനോട് നമുക്ക് കുറച്ച് വാക്കുകൾ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. എല്ലാവരും ആശംസകളും നേരുന്നു. ഇവരൊക്കെ എടുത്തുവെക്കുന്ന പുതിയ ചുവടുവെപ്പില്ല ദൈവത്തിലേക്ക് കൂടുതൽ സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥന നിർഭരരാകാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹിതാവായ ദൈവമേ, ഈ മംഗളകരമായ ദിനത്തിൽ അരുണും മരിയയും തങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള ഈ ചുവടുവെപ്പിക്കുന്ന ഈ സമയത്ത് ഇവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ അങ്ങേക്ക് സമർത്ഥമായിട്ട് ഒഴുകിയിറങ്ങട്ടെ. അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങയുടെ കരം അവർ താങ്ങി നിർത്തട്ടെ. അവരുടെ ജീവിതത്തിൽ നിർമ്മലമായ സ്നേഹവും അത് കവിഞ്ഞു വിടട്ടെ. അമ്മ മാതാവേ, ദിനമാദിസ് എപ്പോഴും ഇവരോടുകൂടെ ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you, Father, for the blessed words. So let's light the candles. First I invite everyone to light the candles. മുന്നിൽ വന്നു കനവോ നേരായതെന്നോ ഉയരിൽ മിന്നൽ കൊണ്ടോ ഏതു മാധുരിത കാവ്യം നാമേ ഏഴു കടലിലും മഴം പേരി നിൻ പിരിയാ തുണയായി. So yes, it's now the time for the cake cutting ceremony.
பார்வை என்னை தாக்குதே, நெஞ்சில் ஆயிரம் பூ பூக்குதே, மனம் இறகு முளைத்து பறக்கின்றதே. காதல் கண்ணில் அலைபாயுதே, காதல் என்னும் வழி தேடுதே, உள்ளினைவில் எந்தன் விழி மூழ்குதே. காதல் கண்ணில் அலைபாயுதே, பகலில் உன்னிலே வரும் என் நிழலாய் வரும் என் நிழலாய், நிலவில்
and then grooming സൈഡിലാണ് ആൻസർ എന്നുണ്ടെങ്കിൽ പർപ്പിൾ റോസ് പൊക്കണം. സോ നിങ്ങൾ തമ്മിൽ എത്രത്തോളം ഒരു ഇതുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം. നിങ്ങൾ സെയിം ആൻസേഴ്സ് അറിയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഉണ്ടാവും. സോ ബ്രൈഡിന്റെ സൈഡിലാണെങ്കിൽ മനസ്സിലായി. സോ ദാറ്റ്സ് ഇറ്റ്. സോ എല്ലാവരും ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്. സോ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ആർ യു റെഡി ഫോർ ദ ഗെയിം? എന്താണ് ഒരു ഉഷാറില്ലല്ലോ? So the first question is, who was the first to
fell in love. So, purple color ആർക്കാണ്? Bride ആയിരുന്നോ groom-നായിരുന്നോ? Groom. So the groom got 1 point. So then the next question, who is more romantic? So ചേച്ചി പറയുന്നത് രണ്ടുപേരും റൊമാൻറ്റിക് എന്നാണ്. ചേട്ടൻ എന്താ പറഞ്ഞത്? ചേട്ടനൊന്നും മിണ്ടില്ലേ? So ചേച്ചിയാണ് മോർ റൊമാൻറ്റിക് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ബട്ട് ചേച്ചി രണ്ടുപേരും റൊമാൻറ്റിക് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പോയിന്റ് ആക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ഓഡിയൻസ് ആണ്, ഇവരുടെ രണ്ടുപേരുടെയും പോയിന്റ്സ് പിടിക്കേണ്ടത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ യൂസസ് ദി ഫോൺ മോസ്റ്റ്? ഹൂ യൂസസ് ദി ഫോൺ മോസ്റ്റ്? ആരാണ് ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത്? അതും ഒരു തെരുവില്ലാത്ത ആൻസർ ആണ്. സോ ചേട്ടൻ രണ്ടുപേരും പറഞ്ഞു ചേച്ചി, ചേച്ചിയാണെന്നാണ് പറഞ്ഞത്. സോ രണ്ടുപേരും അതിൽ പോയിന്റ്സ് ഇല്ല. നിങ്ങൾ എല്ലാവരും ഓഡിയൻസ് ഒന്ന് ചിയറപ്പ് ചെയ്തേ ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ. ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. Yeah, that's it. So who is matured? ആരാണ് ഇതിൽ മെച്ചുവേർഡ് ആയിട്ടുള്ളത്? So yes, ചേട്ടനാണ് matured. So ചേട്ടന് 2 പോയിന്റ്സ് ആയി. ചേച്ചി, നമ്മൾ തോക്കോ? നല്ല കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ തോക്കും എന്നുള്ളത്. So the next question, who is more childish? ആരാണ് childish? Okay, ചേച്ചിക്ക് ഒരു പോയിന്റ് ആയി. So ചേച്ചിയാണ് more childish. Then the next question, who says sorry first after an argument? ആരാണ് ആദ്യം സോറി പറയുന്നത് ഒരു ഫൈറ്റിന് ശേഷം? രണ്ടുപേരും സോറി പറയുന്നതാണ് ചേച്ചി പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞു ചേട്ടനാണെന്ന്. സോ അത് പോയിന്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. The next question, who cooks well? Who cooks well? ആരാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? സോ ചേട്ടനാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്. സോ ചേട്ടൻ എത്ര പോയിന്റ്സ് ആയി? എത്ര? 3. ചേച്ചിക്കോ? 1. ചേച്ചി, നമ്മൾ തോക്കരുത് കേട്ടോ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മോർ ഫുഡി? ആരാണ് ഇതിൽ ഫുഡി? യെസ്, ചേട്ടനാണ്. സോ ചേട്ടൻ 4 പോയിന്റ്സ് ആയി. Then the next question, who is more talkative? രണ്ടുപേരും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പോയിന്റ്സ് ഇല്ല. So then the last question, who dances more? ചേച്ചിയാണ് ഡാൻസ് കളിക്കുന്നത്. നമ്മളിതാ കുറച്ചു മുമ്പ് കണ്ടുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചു. ആരാണ് ജയിച്ചത്? സോ ഇത് പിന്നെ ഗ്രൂം. അപ്പൊ ഗ്രൂമിന് നല്ല കൈയ്യടി കൊടുത്തേ. യെസ്, താങ്ക് യു സോ മച്ച്. What do you feel now? ഒന്നും പറയാനില്ല. ശിവനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. So thank you so much. So the official ceremonies എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. Okay dear friends, we have come to the end of this official ceremony. I also request you to bless them for a happy and prosperous married life. I take this opportunity to thank all the guests gathered here accepting the invitation. We kindly request all to proceed a splendid lunch arranged just for you. So പ്രാർത്ഥനകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഇന്നത്തെ ഈ ഒരു മംഗളകരമായ ചടങ്ങിൽ ഉടനീളം സാക്ഷ്യം വഹിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഇരു കുടുംബങ്ങളുടെ പേരിലും ഞാൻ നേരുകയാണ്. So thank you so much everybody. കാതൽ കണ്ണിൽ അലൈപായുതേ, കാതൽ കണ്ണിൽ അലൈപായുതേ, കാതൽ എന്നും വഴി തേടുതേ, ഉന്നിനവിൽ എന്തൻ വിഴി മൂഴ്കുതേ, കാതൽ കണ്ണിൽ
that's one of a kind, to hold beside and fall behind. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times with all the color, more like a treasure. We're hopeless minds. Wintertime I will find more than what's on my mind, to run and hide far from the sight. Through this forever we stay together, through hopeless times with all the color, more like a treasure. We're hopeless minds. Dim dana dim din na, dim dana dim din na, dim dana dim din na re. Dim dana dim din na, dim dana dim din na, dim dana dim din na re. Now when I fall through the endless life, this day we laugh and cry, changing my ways with a broken mind forever. All of these questions left behind, swept away by the ocean tide, changing our ways with a broken mind forever. Walking in the stars and take a look down, I see smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Walking in the stars and take a look down, I see smiles so far away. Let me take a gaze and sing out loud, maybe I can make a change. Through this forever we stay together, through hopeless times with all the color, more like a treasure. We're hopeless minds. Dim dana dim din na, dim dana dim din na, dim dana dim din na re. Dim dana dim din na, dim dana dim din na, dim dana dim din na re. Dim dana dim din na, dim dana dim din na, dim dana dim din na re. Dim dana dim din na, dim dana dim din na, dim dana dim din na re. धीमा 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 இருதய கூட்டை இடித்தவளே, என் பெற்றோர்க்கு செல்ல மருமகளே, பக்கத்துல நாம் அடுக்க வழி சொல்லம்மா, ரத்தத்துல பெத்தெடுக்க விதி விடுமா. தீமா 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 தீமா
നടുവിനിലോ തെരുവിനിൽ മിതവെയിലിനിൽ ഇത വെളിച്ചത്തിൽ മഴ വരുമെന നിന്നെ തരുമെന അണ്ടത്തിൽ എണ്ണം என்ன நீ அமைத்திடும் வீட்டுக்குள்ள பூச்செடிகளின் பூக்களை வெள்ள சுருள் முடியுடன் இரு மகன்களை இறை வழங்கிட இமை நிறந்திட கடகடவென கவிதைகள் என கதை வளர்ந்ததும் அவர் வளர்ந்ததும் மறுமுறை இருமுறை உன் பிறவியை கிடைக்கணும் அவர்களுக்குமே உன் முகம் கொண்ட இரு மகள்களை இறை அருளிட அனைவரும் அழகிய சுய படங்களை எடுக்கவே பக்கத்துல நான் பாடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിലെ വിശ്വസിക്കുന്നു അവിടെ സ്വർഗസ്നായകനായ അങ്ങനെ നമ്മ പൂജ്യമാണെന്നവർ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠാജപം ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഓരോരുത്തരെയും ഞങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളെ ആശ്വാസം നൽകുകയും ചെയ്യണം ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവത്തിനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് വന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങേ കണ്ടായിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ ദൂരത്തിലെത്തുന്നവരെ ആത്മീയ ശരീരവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിലഹൃദയവും മാറിയ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ മറിയത്തിന്റെ വിലഹൃദയമേ മറിയീത്ത മറിയമേ എത്രയും ദയുള്ള മാതാവ് അവർ